പരമ്പരാഗത രീതിയിൽ ഇന്നും വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു ഗ്രാമമുണ്ട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ കരിമ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത്. 400 വർഷങ്ങൾക്ക് മുമ്പ് സാമൂതിരി രാജാവ് നാട് ഭരിച്ചിരുന്ന കാലം വള്ളുവനാട്, ഏറനാട് പ്രദേശങ്ങളിൽ നികുതി പിരിവ് വ്യാപകമായിരുന്ന കാലം. വള്ളുവനാട് വിശാലമായി കിടക്കുന്ന ഒന്നായിരുന്നു. ആ പ്രദേശത്തെ നികുതി സാമൂതിരി രാജാവിന് തനിച്ച് പിരിച്ചെടുക്കുക എന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നികുതി പിരിവിൻ്റെ ചുമതല സാമൂതിരി രാജാവിൻ്റെ സഹോദരൻ ഏറപ്പാട് രാജാവിനെ ഏൽപ്പിച്ചു. വള്ളുവനാട് ആസ്ഥാനമായ കരിമ്പുഴയിൽ വന്നുകൊണ്ട് രാജാവും പരിവാരങ്ങളും അരമന സ്ഥാപിക്കുകയും താമസം ആരംഭിക്കുകയും ചെയ്തു. രാജാവിനും പരിവാരങ്ങൾക്കും വേണ്ട സൗകര്യങ്ങളും സാധനങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പല ജോലി ചെയ്യുന്നവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അമ്പലത്തിൻ്റെയും മറ്റും മരപ്പണി ചെയ്യുന്നതിന് വേണ്ടി ആശാരിമാരെയും, ഇരുമ്പുപണി ചെയ്യുന്നതിന് വേണ്ടി കരുവാന്മാരെയും, സ്വർണ്ണപ്പണി ചെയ്യുന്നതിന് വേണ്ടി തട്ടാന്മാരെയും, അങ്ങനെ ഒരുപാട് പേരെ. അക്കൂട്ടത്തിൽ രാജാവിനും പരിവാരങ്ങൾക്കും അമ്പലവാസികൾക്കും വേണ്ട വസ്ത്രങ്ങൾ നെയ്യുന്നതിന് വേണ്ടി കർണാടകയിലെ ഹംപിയിൽ നിന്നും ഏകദേശം 20ഓളം കുടുംബങ്ങളെ ഇവിടം കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരുടെ പ്രധാന ജോലി എന്നുള്ളത് രാജാവിനും പരിവാരങ്ങൾക്കും അമ്പലവാസികൾക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ നെയ്യുക എന്നായിരുന്നു. അവർ നെയ്തു കൊടുക്കുന്ന വസ്ത്രങ്ങൾക്ക് പകരമായി അവർക്ക് പണമല്ല ലഭിച്ചിരുന്നത്. കന്നിമാസത്തിലും മകരമാസത്തിലും നെല്ലാണ് കൂലിയായി നൽകിക്കൊണ്ടിരുന്നത്. അതിന് പ്രധാന കാരണം ഏകദേശം 10,000 പറ നെല്ല് നികുതിയായി പിരിച്ചെടുക്കുന്ന വലിയൊരു ദേവസ്വമായിരുന്നു കരിമ്പുഴ ദേവസ്വം എന്നുള്ളത്. ഇന്നും അവരുടെ പൂർവികർ ചെയ്തിരുന്ന അവരുടെ കുലത്തൊഴിൽ ചെയ്തുകൊണ്ട് പരമ്പരാഗത രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ട് ഇന്നും അവർ അവിടെ ജീവിച്ചു വരുന്നു. നമസ്കാരം. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ ദേവാംഗ സമുദായത്തിൽപ്പെട്ട നെയ്ത്തുകാരനാണ്. ഈ കേരളത്തിലെ ഈ പ്രത്യേക കരിമ്പുഴ എന്ന സ്ഥലത്ത് ഒരു 10-100 വീട് ഞങ്ങളുടെ ആൾക്കാർ ദേവാംഗരാണ് സ്ഥിരതാമസമുള്ളത്. ഒരു രാജഭരണം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യമായി ഒരു അരൺമന സ്ഥാപിച്ചു. ഈ കരിമ്പുഴ ക്ഷേത്രത്തിൻ്റെ സമീപം പുഴവക്കത്ത് ഒരു അരൺമന സ്ഥാപിച്ച് അവിടെ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തണം, ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാനും ഇതിൻ്റെ നികുതി പിരിക്കാൻ, മിച്ചവാരം പിടിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനുള്ള കുടുംബങ്ങളെ പ്രത്യേകം അദ്ദേഹം പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചു. നമ്മൾ ആദ്യം ഇവിടെ തെരുവിൽ തന്നെ ഇതുണ്ടാക്കി അങ്ങനെ നെയ്തിരുന്നതാണ് നമ്മുടെ പൂർവികന്മാർ. ഇപ്പോൾ അത് പുരോഗമിച്ചിട്ട് ഇപ്പോൾ അത് ആളില്ലാത്തത് കൊണ്ട് അത് സേലത്തു നിന്നാണ് ഈ സാധനം വരുന്നത്. ഈ സാധനമാണ് ഇതായത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലേക്കുള്ളതാണ് ഇത്, ഈ കളർ. ഇതിപ്പോൾ കസവാണ്. ഈ കസവ് വന്നിട്ട് സൂറത്ത്, ഗുജറാത്ത് സൂറത്ത് നിന്നാണ് ഈ സാധനം വരുന്നത്. കസവ് മനസ്സിലായോ? ഇത് സൂറത്ത്. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നെയ്ത്ത് സാധനമാണ്. ഇത് ഞാനുണ്ടായത് ഇപ്പോൾ മൂപ്പരുണ്ടാക്കിയതാണ്. മൂപ്പരുടെ പേര് തങ്കരാജൻ എന്നാണ്. മറ്റേത് അവിടെ നെയ്തിരുന്നാണ് തങ്കരാജൻ്റെ മകൻ മണികണ്ഠൻ. മൂപ്പര് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം ഖാദി ബോർഡിൽ ഇതേ നെയ്യാൻ പോകുന്നുണ്ട്. ഈ നെയ്യുന്ന സാരിയാണ്. ഇതിന് ഇതേ സാരി പവർലൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 450-500 ഉറുപ്പികയിൽ കിട്ടും. ഇത് നമ്മൾ ഈ നെയ്യുന്ന സാരി ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 1,500 ഉറുപ്പിയുടെ മേലെ വരും. സേലത്തു നിന്ന് കൊണ്ടുവന്ന സാധനത്തിൻ്റെ പേര് വാർപ്പ് എന്ന് പറയും. അത് അച്ച് നെയ്ത്ത് മുറിച്ചതിന് ശേഷം അച്ചിൽ ഏച്ചു കൂട്ടിയിട്ട് വീട്ടിലിരുന്നിട്ട് ഏച്ചു കൂട്ടിയിട്ട് റോഡിൽ കൊണ്ടുവന്നിട്ട് ഇത് രണ്ടും 2 തലക്കിൽ വയ്ക്കും. അതിലാണ് റോൾ ഒന്നിൽ ഫിറ്റ് ചെയ്യും. ഒരു ഭാഗത്ത് അച്ച് ഉണ്ടാവും. എല്ലാത്തും കഴിഞ്ഞിട്ട് അച്ച് അഴിച്ച് കയ്യിൽ പിടിച്ചിട്ട് റോളിൽ ചുറ്റിയും കൊണ്ടേയിരിക്കും. ആ സമയത്ത് അങ്ങനെ വന്നിട്ട് അങ്ങനെ അത് കൊണ്ടുപോയിട്ട് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പോയിട്ടാണ് നെയ്ത്ത്.
തങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കുലത്തൊഴിലിനെ ഇന്നും നെഞ്ചോട് ചേർത്തു പിടിച്ച് കാലമിത്ര കഴിഞ്ഞിട്ടും പൂർവികരുടെ പാത പിന്തുടർന്ന് രാജാവിനും പരിവാരങ്ങൾക്കും മാത്രം നെയ്തിരുന്ന വസ്ത്രങ്ങൾ ഇന്ന് കേരളത്തിലെമ്പാടും പടർന്നു പന്തലിച്ച് പഴമയുടെ അതേ തനിമയിൽ ഇന്നും ആ നെയ്ത്ത് ഗ്രാമം നിലകൊള്ളുന്നു.